ദുബായിൽ ഇന്ന് മഴ പെയ്യും എന്നുള്ളതായിരുന്നു പ്രവചനം. എന്നാൽ പ്രതീക്ഷിച്ച പോലെ മഴ പെയ്തില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ പെയ്തു. അന്ന് ആരും മുൻകരുതലെടുത്തിരുന്നില്ല. ഇതുപോലെ ആയിരിക്കും കർത്താവിൻ്റെ വരവ്. കർത്താവ് വരുന്നു വരുന്നു എന്ന് പറഞ്ഞ് കേട്ട് മടുത്ത്, അല്ലെങ്കിൽ അതിനെ ഒരുമാതിരി ചിരിച്ചു തള്ളുന്ന ഒരു കൂട്ടം വലിയൊരു സമൂഹമാണ് ഇന്ന് ആത്മലോകത്തിലുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആരെയാണ്? ഇന്ന് ഭയങ്കര മുൻകരുതൽ എടുത്തിരുന്നു. വർക്ക് ഫ്രം ഹോം, കുട്ടികൾക്കെല്ലാം ഓൺലൈൻ ക്ലാസ്സുകൾ, ഇങ്ങനെ മനുഷ്യന് പറ്റാവുന്ന രീതിയിലെല്ലാം മുൻകരുതൽ എടുക്കുന്നു. എന്നാൽ സമയത്തും അസമയത്തും ഒരുപോലെ മുൻകരുതൽ എടുക്കുന്നവരാണ് ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത്. എൻ്റെ ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 16 ആ മഴ പെയ്തിറങ്ങിയത്. അന്ന് ആരും മുൻകരുതൽ എടുത്തിരുന്നില്ല. എല്ലാവരും പോകേണ്ടിയിടത്തൊക്കെ പോയി, വരേണ്ടതുപോലൊക്കെ വന്നു. എല്ലാവരും ആവോളം രസിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മഴയെന്ന് കേൾക്കുമ്പോൾ ആകെ മൊത്തം എല്ലാവർക്കും ഭയമാണ്. ചെറിയ മഴയായാലും വലിയ മഴയായാലും എടുക്കേണ്ട കരുതലുകളൊക്കെ എടുക്കുന്നു. സത്യം പറഞ്ഞാൽ പല സ്ഥാപനങ്ങളും അവർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിശയം തോന്നും. എത്രയോ വലിയ ബുദ്ധിയോടെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെങ്കിൽ ആ പഠിപ്പിനനുസരിച്ച് ഒന്നും ഈ നാച്ചുറൽ കലാമിറ്റിയെ അല്ലെങ്കിൽ ഈ ഡിസാസ്റ്ററിനെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അല്ല, നമ്മൾ ആരെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഈ ലോകത്തെ മുഴുവനും ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയ ദൈവത്തെയോ? ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉളവായി വന്ന ദൈവത്തെയാണോ സത്യം പറഞ്ഞ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. കഴിഞ്ഞ 16 മഴ പെയ്തിറങ്ങിയപ്പോൾ അതൊത്തിരി പേർക്കത് നാശം ചെയ്തു എന്ന് ഞാൻ കേൾക്കാനിടയായി. അത് അനേകരുടെ വാഹനങ്ങൾ, അനേകർക്ക് മെറ്റീരിയൽസ്, കടകൾക്ക് ഒക്കെ അത് നാശം ചെയ്തു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ദൈവം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ അത് കേൾക്കാനോ അതിനെ ഏറ്റെടുക്കാനോ അതിൻ്റെ മുമ്പിൽ താഴ്ത്താനോ ഒന്നും ഒരിക്കലും ആരും, ഞാൻ ദൈവജനത്തെക്കുറിച്ചാണ് പറയുന്നത്, അവരൊരിക്കലും അതിനു വേണ്ടി ചെവി കൊടുക്കുകയില്ലായിരുന്നു. പക്ഷേ അത് നിശ്ചയമായി വന്ന് വെളിപ്പെട്ടപ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത്, അയ്യോ ദൈവം വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച അനേകർ കാണുമായിരിക്കും. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ 16 ആ വലിയ മഴ പെയ്തത്. എന്നാൽ അതിൻ്റെ തലേ ആഴ്ച വ്യാഴാഴ്ച ദൈവം എനിക്കൊരു സ്വപ്നം തന്നു. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് വലിയൊരു തകർച്ച, വലിയൊരു നാശം, ഒരു വീഴ്ച സംഭവിക്കാൻ പോകുന്നു. ആ വീഴ്ച എനിക്ക് ഏതൊക്കെ രീതിയിൽ അത് കേട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടത്. അതിനെ മൊത്തത്തിൽ എനിക്ക് പറയാൻ കഴിയത്തില്ല. ഇതാണ് ആ കണ്ട സ്വപ്നത്തിൻ്റെ സാരാംശം. അപ്പം ഞാൻ ചിന്തിച്ചത് മൊത്തം എൻ്റെ ജോലിക്കകത്ത് എന്തോ കേട് വരുന്നു. കാരണം ജോലി സംബന്ധമായ ചില വിഷയങ്ങളാണ് ഞാൻ കാണുന്നത്. അപ്പം എൻ്റെ ജോലിക്കകത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നു, അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും. അപ്പം വ്യാഴാഴ്ചയാണ് സ്വപ്നം കാണുന്നത്. അങ്ങനെ ഞാൻ ശനിയാഴ്ച ജോലിക്കകത്ത് ചെന്നപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അടുത്ത ആഴ്ച എൻ്റെ മോർണിംഗ് ഡ്യൂട്ടിക്കകത്ത് എന്തോ ഒന്നും സംഭവിക്കുന്നു. അപ്പം ഞാൻ റോട്ട എടുത്ത് വെച്ച് നോക്കിയപ്പം ആ മോർണിംഗ് ഡ്യൂട്ടി എനിക്ക് വരുന്ന 16 തീയതിയാണ്. അപ്പം 16 എന്നുള്ള ഡേറ്റ് എൻ്റെ ഉള്ളിൽ പതിഞ്ഞു. അപ്പം ഞാൻ ഈ സ്വപ്നം ഇവളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവള് കേട്ടപ്പോൾ ചിരിച്ചു. ഞാനിങ്ങനെ കുറേ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ ഓർത്തിരിക്കാറില്ലടി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ ചിരിച്ച് തള്ളാനോ അതിനെ മറന്നു കളയാനോ എനിക്ക് തോന്നിയില്ല. കാരണം ഒരു പർട്ടിക്കുലർ ഡേറ്റ് ദൈവം കാണിക്കുന്നു. അടുത്ത ആഴ്ച ഞാൻ ചെയ്യാൻ പോകുന്ന മോർണിംഗ് ഡ്യൂട്ടി നോക്കിയപ്പോൾ എനിക്ക് ഒറ്റ ദിവസം മോർണിംഗ് ഡ്യൂട്ടി ഉള്ളൂ. അത് 16 തീയതിയാണ്. അങ്ങനെ ഞാൻ ആ ഡേറ്റ് എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു. അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ദിവസങ്ങൾ അടുക്കും തോറും ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു. അങ്ങനെ 16 തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവവചനം എൻ്റെ ഉള്ളിൽ ഇടപെട്ടു. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടങ്ങും. അപ്പോൾ എനിക്ക് പിന്നെയും ഭയം തോന്നി. ഒരു ആശങ്ക എൻ്റെ ഉള്ളിൽ വർദ്ധിച്ചു. കർത്താവേ, എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ആകെ മൊത്തം സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കിയത് എൻ്റെ ജോലിക്കകത്ത് എന്തൊക്കെ കേട് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ആ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് കടന്നുപോയി. ഞാൻ ചെന്നിറങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്ത് എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിക്കാനുള്ള സമയമേ എനിക്ക് കിട്ടുന്നില്ല. അതുപോലെ നല്ല തിരക്കായിരുന്നു. മഴ പെയ്യുന്ന എനിക്ക് കേൾക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് നോക്കിയപ്പം ഓരോ തുള്ളിക്കും ഇത്രയും വണ്ണം വെച്ചാണ് മഴ പെയ്തിറങ്ങുന്നത്. ജസ്റ്റ് അത് കണ്ടു. പിന്നെ ഞാൻ എൻ്റെ തിരക്കായിപ്പോയി.
അങ്ങനെ ജോലി ചെയ്തു റിലീവ് ചെയ്യാനായിട്ട് സ്റ്റാഫ് പിന്നെ കയറി വരുന്നു. അവർ നനഞ്ഞാകെ മൊത്തം, ചിലർ വെള്ളത്തിൽ വീണു. അങ്ങനെ ആകെ നനഞ്ഞ് കയറി വരുന്ന സ്റ്റാഫിനെ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ മഴയുടെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാം എൻഡോസ് ചെയ്തു. പുറത്തിറങ്ങിയപ്പം ഭയങ്കര വെള്ളപ്പൊക്കം, ഹോസ്പിറ്റലിനകത്തെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം എൻ്റെ ചുറ്റുപാടെല്ലാം വെള്ളമുണ്ട്. അപ്പം എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരി, ഞാൻ സ്വപ്നം പറഞ്ഞു കൊടുത്ത ആ കൂട്ടുകാരി എൻ്റെ കൂടെ അന്ന് ജോലിക്കകത്തുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞിട്ട് നീ ഇന്ന് വണ്ടിക്ക് പോകണ്ട. ഞാൻ വണ്ടി എടുക്കുമ്പോഴൊക്കെ അവൾ എൻ്റെ കൂടെയാണ് വരുന്നത്. ഞാൻ വരുന്ന വഴിക്ക് അവളെ ഇറക്കി വിടും. അങ്ങനെ എൻ്റെ അടുത്ത് താമസിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇവളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഇന്ന് നീ വണ്ടി എടുക്കണ്ട, വെള്ളം അല്ലേ, വണ്ടി ഓടിച്ച് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് മെട്രോയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മെട്രോയ്ക്കകത്ത് ഞങ്ങൾ കയറി. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒത്തിരി സ്റ്റാഫ് ആ മെട്രോയ്ക്ക് പോകുന്നുണ്ട്. മെട്രോയ്ക്ക് കയറി ഹാഫ് വേ എത്തിയപ്പം ആ മെട്രോ ടെർമിനേറ്റ് ചെയ്തു. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ, പിന്നെ മുൻപോട്ട് പോവുകയല്ല. അങ്ങനെ മെട്രോ ടെർമിനേറ്റ് ചെയ്തു. ഞങ്ങളപ്പോൾ അവിടെ ഇറങ്ങി പുറത്ത് സ്റ്റേഷന് പുറത്ത് വരുമ്പം അവിടെ ഒരു ടാക്സി ആകട്ടെ, ഒരു ബസ്സാകട്ടെ, സർവീസ് ഒന്നുമില്ല. ആകെ മൊത്തം തണുത്ത് വിറച്ച് അവിടെ ആൾക്കാർ നിൽക്കുകയാണ്. അപ്പം പലരും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം നടന്നു പോകാൻ ശ്രമിച്ചു. പലരും രാത്രി 1 മണി 2 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ വന്ന് കയറുന്നത്. ആ അളിഞ്ഞ വെള്ളത്തിൽ കൂടെ എല്ലാവരും നടന്നു കയറി. ഞാൻ അതിന് മുതിർന്നില്ല. ഞാൻ ഇവളെ വിളിച്ചോണ്ട്, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ വരുന്ന വഴിക്ക് കണ്ടിരുന്നു അവസാനത്തെ ഒരു മെട്രോ ഉണ്ട്, അത് 2 മിനിറ്റിനുള്ളിൽ വരും. അപ്പം ലാസ്റ്റ് ഒരു മെട്രോ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു പാടി നമുക്ക് ആ മെട്രോയ്ക്ക് കയറി നമുക്ക് തിരിച്ചു പോയി വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെ വിളിച്ചോണ്ട് ഞാൻ തിരിച്ചു വന്നു. എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മുമ്പോട്ട് പോകുമ്പം വെള്ളമുണ്ട്. അപ്പം വെള്ളത്തിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പുറത്ത് റോഡിൽ വരുമ്പം അവിടെ പോലീസ് തടഞ്ഞു ഞങ്ങളെ. മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളെ തിരിച്ചു വിട്ടു. ഏതെല്ലാം വഴി കൂടെ നോക്കിയിടാം, വഴികൾ മൊത്തം ബ്ലോക്കാണ്, ഒരു രീതിയിലും മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ പദ്ധതിയെ വിട്ടു, തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് അറിയുന്നത് സ്റ്റേ ബാക്ക് ചെയ്യുന്ന സ്റ്റാഫിനെല്ലാം പിന്നെ ഹോസ്പിറ്റലിൽ ഫുഡും കൊടുക്കുന്നുണ്ട്, അക്കോമഡേഷൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും വന്നു, അവരുടെ കൂടെ ചെന്ന് ഫുഡ് കഴിച്ചു. അപ്പം ഇവള് പോകുന്നതിന് മുമ്പേ ചില്ലറ പൈസ എല്ലാം പറക്കിയെടുത്തു. പൈസ ഒക്കെ തപ്പിയെടുക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചില്ലറ പൈസ ഒക്കെ എടുത്തു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പിന്നെ സ്റ്റാഫിനെല്ലാം ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് സൈൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഞങ്ങളും ചെന്ന് സൈൻ ചെയ്തു, ഫുഡ് കഴിച്ചു. അവിടെ ഇങ്ങനെ വിശപ്പൊക്കെ ഇടക്കിയിരിക്കുമ്പോഴേ, കാരണം ഒത്തിരി കറങ്ങി ഞങ്ങൾ ആകെപ്പാടെ വിശന്നിരിക്കുമായിരുന്നു. ഞങ്ങൾ ചെന്ന് അന്നത്തെ രാത്രി ചെലവഴിച്ചു. അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരുന്ന കാരണം പല കാര്യങ്ങളും ഞങ്ങൾ പങ്കിട്ടു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. സന്തോഷകരമായി അന്ന് രാത്രിയിൽ അവിടെ കഴിച്ചു കൂട്ടാൻ ദൈവം ഇടയാക്കി. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ പല റോഡുകൾ അന്നേരം ബ്ലോക്കാണ്. പക്ഷേ എനിക്ക് വേറെ വഴി കൃപയാൽ അറിയാമായിരുന്നു. അങ്ങനെ ആ വഴിയെ കൂടെ വന്നു, എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കയറി. അത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് തിരിച്ചു പോകുമ്പോഴാണ് കാണുന്നത് ഞാൻ സഞ്ചരിച്ച വഴികളിലെല്ലാം ചെറുത് തൊട്ട് വലുത് വരെ ഒത്തിരി വാഹനങ്ങൾ അവിടെ കേടായി കിടക്കണം. ഞാൻ ചെറുതായിട്ടൊന്ന് ഹാൾട്ട് ചെയ്തിട്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. സത്യം പറഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി എന്തുമാത്രം കരുതുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദിനവൃത്താന്തത്തിൽ നാം വായിക്കുന്നു, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ദൈവത്തിൻ്റെ ദൃഷ്ടി ഊടാടി സഞ്ചരിക്കുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. മറുഭാഗത്ത് പിശാചും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവമക്കളെ എങ്ങനെ തകർക്കണം, ഇവരെ എങ്ങനെ വീഴ്ത്തി കളയണം, ഇവരെ പെട്ടെന്നുള്ള കെണികളിൽ പെടുത്തി കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ചിന്തകൾ മൊത്തം. എന്നാൽ അതിനു മുൻപേ തന്നെ ദൈവം നമ്മളെക്കുറിച്ച് വിചാരപ്പെടുന്നു. അയ്യോ, ശത്രു ഒരുക്കുന്ന കെണികളിൽ ഇവൻ പെട്ടുപോകരുത്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, എന്നിൽ ഏകാഗ്രമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ അവരെ എങ്ങനെ വിടുവിക്കണമെന്ന് പറഞ്ഞ് ദൈവവും നമ്മളെക്കുറിച്ച് ചിന്തിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനം കേടായി കിടക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിലൊരു വാഹനം എൻ്റെ വാഹനമാകേണ്ടതായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് ദൈവനെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിശ്ചയമായും പ്രാർത്ഥിച്ചത് നിമിത്തം ദൈവം നമുക്ക് വേണ്ടി ഒരു സങ്കേതം ഉണ്ടാക്കി, ദൈവം എൻ്റെ എല്ലാ വഴികളും അടച്ച് എന്നെ മടക്കി കൊണ്ടുവന്ന് എൻ്റെ വിശപ്പിനുള്ളത് തന്ന് എനിക്ക് വിശ്രമിക്കാനുള്ളതൊക്കെ ഒരുക്കി തന്ന് ദൈവം എന്നെ നടത്തിയത് കണ്ടപ്പം ഞാനിത് മൊത്തവും അങ്ങോട്ട് വിവരിച്ച് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ട സ്വപ്നം, ദൈവം എനിക്ക് കാണിച്ചു തന്ന സ്വപ്നം നിന്നോട് പറഞ്ഞു, നിനക്ക് മനസ്സിലായോ, ഇപ്പോൾ ഈ സംഭവിക്കുന്നതൊക്കെ നിന്റെ കണ്ണാലെ കണ്ടോ എന്ന് പറഞ്ഞു കൊടുത്തു. ഒന്നുകൂടെ പറഞ്ഞേ ഞാൻ സ്വപ്നം ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അവളെന്നോട് ചോദിക്കും, എന്തൊക്കെ ഇടയായി തീർന്നു. ഞാൻ പറയുന്നത്
നമ്മൾ വാസ്തവമായി ദൈവത്തെ പിന്തുടരുന്നവരാണെങ്കിൽ ഈ ലോകം കടന്നു പോകുന്ന ശിക്ഷാവധി അത് നമുക്കുള്ളതല്ല. ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കും. ഞാൻ നോഹപ്പച്ചനെ കുറിച്ച് അന്നേരം ഞാനിരുന്ന് ഓർത്തു, കർത്താവ് എത്രയോ വർഷങ്ങൾ, എത്രയോ മാസങ്ങൾ നോഹ പ്രസംഗിച്ചു. പക്ഷേ ആരും കൂട്ടാക്കിയില്ല. മഴയോ ഈ ഭൂമിയിൽ മഴയൊന്നും കണ്ടിട്ടില്ല. മഞ്ഞുകൊണ്ട് മാത്രം നനയുന്ന സമയമാണെന്ന്. അന്ന് മഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേര് പുച്ഛിച്ചു. സ്വന്തം മക്കൾ പോലും ചിന്തിച്ച് കാണും, ഈ അപ്പച്ചൻ എന്തൊക്കെയാ പറയുന്നത്. പിന്നെ സ്വന്തം അപ്പനായതുകൊണ്ട് എതിർക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാനാ, അപ്പൻ പറയുന്നത് കേട്ടല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ജീവിച്ച് ഒരു പക്ഷേ മക്കളുടെ ഹൃദയത്തിൽ തോന്നി കാണുമായിരിക്കും. എന്തായാലും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴ എന്താണെന്നും വെള്ളപ്പൊക്കം എന്താണെന്നും ദൈവത്തിൻ്റെ സംരക്ഷണം എന്താണെന്നും ഒക്കെ അമ്മ ചിന്തിച്ച് കഴിഞ്ഞിട്ടായിരിക്കണം മാനവജാതിക്ക് നാശം സംഭവിച്ചത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് നാശം പെട്ടെന്ന് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ക്രിസ്തുവിൽ ഏകാഗ്രമായി ജീവിക്കുന്നവരെ ക്രിസ്തു എങ്ങനെ ഭദ്രമായി സൂക്ഷിക്കും എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. കോവിഡിൻ്റെ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. അനേകർ ഭയത്തിൽ മരണപ്പെടുകയാണ്. ഭയം വന്ന് മരിച്ചുപോയ അനേകരെ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ആ സ്ഥാനത്തൊക്കെ ദൈവം നമ്മളെ എങ്ങനെ സൂക്ഷിക്കുമെന്നുള്ളത് ദൈവം അപ്പോൾ നമുക്ക് ഉപദേശം തന്ന് നമ്മുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തി അവൻ നടത്തിയ വിധങ്ങളൊക്കെ ഞാൻ ഓർത്തു. പിന്നെയാണ് രണ്ടാമതായിട്ട് നാച്ചുറൽ കലാമിറ്റി, അല്ലെങ്കിൽ ഈ ദേശത്തിന് വെച്ചിരിക്കുന്ന, ലോകത്തിന് വെച്ചിരിക്കുന്ന നാശം ദൈവജനത്തിനുള്ളതല്ല. നമ്മുടെ നല്ല സമയങ്ങൾ മൊത്തം നാം ദൈവത്തിന് കൊടുത്ത് നാം ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തെ മാത്രം ധ്യാനിച്ച് നമ്മുടെ ആരോഗ്യം ദൈവത്തിന് കൊടുത്ത് നമ്മുടെ സമയങ്ങൾ ദൈവത്തിന് കൊടുത്ത് ജീവിക്കുമ്പം നാം ഈ ദേശം നശിച്ചു പോകുന്ന പോലെ, അല്ലെങ്കിൽ ലോകം നശിക്കുന്നത് പോലെ ആ നാശത്തിൽ പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. പിന്നെ ഇതിനാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. പിന്നെ ദൈവത്തെ സേവിക്കുന്നവർ സേവിക്കാത്ത തമ്മിലുള്ള വ്യത്യാസം, ദൈവത്തെ ആരാധിക്കാത്തവർ തമ്മിലുള്ള വ്യത്യാസമൊക്കെ ദൈവം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള കലാമിറ്റീസിൻ്റെ സമയത്താണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സമയങ്ങൾ ഒരിക്കലും അത് നഷ്ടമല്ല. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന, നമ്മൾ ദൈവത്തെ പുകഴ്ത്തുന്ന രീതികൾ, നമ്മൾ ദൈവത്തെ ഉയർത്തുന്ന രീതികൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന സമയങ്ങൾ, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആരോഗ്യം, ബലം ഒന്നും ഒരിക്കലും ദൈവമക്കളെ അത് വ്യർത്ഥമല്ല. ദൈവം അതെല്ലാം കണക്കിട്ട് നമ്മളെ തക്ക സമയത്ത് സൂക്ഷിക്കുന്ന ദൈവമാണ്. നമ്മളെ മാത്രമല്ല, നമ്മൾ നിമിത്തം നമ്മുടെ കുടുംബത്തെയും ദൈവം സൂക്ഷിക്കും. ഞാനിങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടു. ഈ കഴിഞ്ഞ മഴയ്ക്ക്, അതിന് മുമ്പുണ്ടായ മഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പം അവരുടെ പാർക്കിംഗ് മൊത്തം വെള്ളം കയറി. അങ്ങനെ വെള്ളം കയറി, ഒരു ദൈവബലിനെ സംബന്ധിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ പാർക്കിംഗ് വെള്ളം കയറി, അവരുടെ വാഹനത്തിന് കേട് സംഭവിച്ചു. അതുകൊണ്ട് ഈ പ്രാവശ്യം മഴ വന്നപ്പം, ഈ ഏപ്രിൽ 16 മഴ പെയ്തപ്പം അവരെന്ത് ചെയ്തു, പാർക്കിങ്ങിൽ വെള്ളം ഇടാതെ കൊണ്ട്, പാർക്കിങ്ങിൽ വെള്ളം കയറുമെന്ന് കണ്ട് പാർക്കിങ്ങിൽ ഈ വണ്ടി ഇടാതെ കൊണ്ട് അവർ വണ്ടി പുറത്ത് കൊണ്ടുവന്ന് കച്ചാ പാർക്കിങ്ങിലിട്ട്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർക്കിങ്ങിൽ ഒരു ശകലവും വെള്ളം കയറിയില്ല. മറിച്ച് ഇവരുടെ വണ്ടി കൊണ്ടിട്ട് പാർക്കിംഗ് ഏതാണോ അവിടെ വെള്ളം കയറി ആ വണ്ടി നശിക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, അറിഞ്ഞുകൂടാ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ നാശത്തിന് ദൈവം കൂടെ അനുവദിക്കാതെ കൊണ്ട് നമുക്കൊന്നും സംഭവിക്കുകയില്ല. ദൈവത്തെ നാം സേവിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും നിശ്ചയമായും അത് പൂർണ്ണ ഹൃദയത്തോടെയാണോ, അല്ല പൂർണ്ണ മനസ്സോടെയാണോ, പൂർണ്ണ ശക്തിയോടെ നാം ദൈവത്തെ ആരാധിക്കുന്നവരെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നവരെങ്കിൽ നിശ്ചയം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ ചുമ്മാതെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ദൈവം. നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം, നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് വേണ്ടി ഒന്ന് നിലനിൽക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചാൽ ഇനിയും മുൻപോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ കെണിയിലകപ്പെടാതെ വേണം ദൈവം നമ്മളെ സംരക്ഷിക്കും.